DNA ആസ്ട്രോളജിയിൽ ഉത്രട്ടാതി ഉത്തര ഭാദ്രപദ നക്ഷത്രം ആഴക്കടലിലെ ജ്ഞാനത്തെയും സ്ഥിരതയെയും സൂചിപ്പിക്കുന്നു. മീനം രാശിയിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രത്തിന്റെ നാഥൻ ശനിയും ദേവത അതീവ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന പാതാളനാഗമായ അഹിർബുദ്നിയുമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ആഴത്തിലുള്ള DNA രഹസ്യങ്ങൾ ഇനി പറയുന്നു. 1. അഹിർബുദ്ന്യന്റെ DNA, ദ DNA ഓഫ് ഹിഡൻ പവർ. അഹിർബുദ്ന്യൻ എന്നാൽ ആഴക്കടലിലെ നാഗം എന്നാണ് അർത്ഥം. ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അടിത്തട്ടിലെ ഊർജത്തെ ഇത് നിയന്ത്രിക്കുന്നു. DNA രഹസ്യം: നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ പ്രത്യേകിച്ച് അമ്മയുടെ വശത്ത് അതീവ ശാന്തരും എന്നാൽ ഉൾക്കരുത്തുള്ളവരുമായ വ്യക്തികൾ ഉണ്ടായിരിക്കും. പുറമേ ഒന്നും പ്രകടിപ്പിക്കാത്ത എന്നാൽ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും താങ്ങുന്ന അദൃശ്യമായ തൂണുകൾ നിങ്ങളുടെ പൂർവികർക്കിടയിൽ കാണാം. രഹസ്യവിദ്യകൾ: ജ്യോതിഷം, തന്ത്രവിദ്യ അല്ലെങ്കിൽ നിഗൂഢമായ ശാസ്ത്രങ്ങൾ എന്നിവയിൽ പാരമ്പര്യമായി അറിവുള്ളവർ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാം. ഈ അറിവ് പെട്ടെന്ന് പുറത്തുവിടാതെ രഹസ്യമായി സൂക്ഷിക്കുന്ന സ്വഭാവം നിങ്ങളുടെ DNAയിലുണ്ട്. 2. ശനിയുടെയും മീനത്തിന്റെയും സങ്കലനം, ദ പ്രാക്ടിക്കൽ വിഷണറി. ശനിയുടെ അച്ചടക്കവും മീനത്തിന്റെ വ്യാഴം ആത്മീയതയും ഒത്തുചേരുന്ന നക്ഷത്രമാണിത്. രഹസ്യം: മനസ്സുകൊണ്ട് ചിന്തിച്ച് കൈകൾ കൊണ്ട് പണിയുക എന്നതാണ് നിങ്ങളുടെ ജനിതക ശൈലി. നിങ്ങളുടെ കുടുംബ ചരിത്രത്തിൽ വലിയ എഴുത്തുകാരോ ആചാര്യന്മാരോ അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിൽ ആർക്കിടെക്ചർ ഓർ കൺസ്ട്രക്ഷൻ ശോഭിച്ചവരോ ഉണ്ടായിരിക്കാം. 3. മഞ്ചത്തിന്റെ പിൻകാലുകൾ, ദ റെസ്റ്റ് ആൻഡ് റെജുവിനേഷൻ DNA. ഉത്രട്ടാതിയുടെ ചിഹ്നം മഞ്ചത്തിന്റെ പിൻഭാഗത്തെ കാലുകളാണ്. ഇത് വിശ്രമത്തെയും ആഴത്തിലുള്ള ധ്യാനത്തെയും സൂചിപ്പിക്കുന്നു. രഹസ്യം: ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എല്ലാം ഉപേക്ഷിച്ച് ഏകാന്തതയിലേക്ക് പോകാൻ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കും. കുടുംബത്തിൽ ആരെങ്കിലും വാനപ്രസ്ഥം സ്വീകരിച്ചവരോ അല്ലെങ്കിൽ ശിഷ്ടകാലം ആത്മീയതയ്ക്കായി മാറ്റിവെച്ചവരോ ഉണ്ടായിരിക്കും. DNA പാറ്റേൺ: സമാധാനപരമായ അന്തരീക്ഷത്തിൽ മാത്രമേ നിങ്ങൾക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയൂ. ബഹളങ്ങളേക്കാൾ ശാന്തമായ സ്ഥലങ്ങളോട് നിങ്ങൾക്ക് ജന്മനാ പ്രിയമുണ്ടാകും. 4. കർമ്മ രജിസ്റ്റർ, കാർമിക് രജിസ്റ്റർ. നാഗദോഷവും പുണ്യവും. കുടുംബ പരമ്പരയിൽ നാഗങ്ങളുമായോ അല്ലെങ്കിൽ നാഗക്കാവുകളുമായോ ബന്ധപ്പെട്ട പുണ്യങ്ങളോ ദോഷങ്ങളോ കണ്ടേക്കാം. നാഗങ്ങളെ ആരാധിക്കുന്ന പാരമ്പര്യം കുടുംബത്തിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകും. അമ്മയുടെ വശത്തെ അനുഗ്രഹം. ഉത്രട്ടാതിക്കാർക്ക് അമ്മയുടെ വശത്തുള്ള പൂർവികരുടെ അനുഗ്രഹം വളരെ കൂടുതലായിരിക്കും. അമ്മയെ സഹായിക്കുന്നതും അമ്മയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതും നിങ്ങളുടെ കരിയറിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ആരും പറയാത്ത രഹസ്യങ്ങൾ, ഹിഡൻ സീക്രട്സ്. വാക്കിലെ സത്യം. ഇവർ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും സത്യമായി ഭവിക്കാറുണ്ട്. വാക്സിദ്ധി. കുടുംബത്തിൽ ആരെങ്കിലും വാക്കുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിച്ച ചരിത്രം ഉണ്ടാകാം. മഴയും ജലവും. മഴ പെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ജലാശയങ്ങൾക്ക് അടുത്തോ ഇരിക്കുമ്പോൾ ഇവർക്ക് പുതിയ ആശയങ്ങൾ തോന്നാറുണ്ട്. ഉറക്കത്തിലെ അറിവ്. ഉറക്കത്തിലോ സ്വപ്നത്തിലോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്ന അപൂർവമായൊരു സിദ്ധി ഈ DNA നൽകുന്നു. DNA ശുദ്ധീകരണത്തിനുള്ള ഗൂഢപരിഹാരം, കാർമിക് സീക്രട്ട് റെമഡി. ദാനധർമ്മം. പാദരക്ഷകൾ അഥവാ ചെരുപ്പുകൾ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് ശനിദോഷം മാറാനും ജീവിതത്തിൽ സ്ഥിരത ലഭിക്കാനും സഹായിക്കും. മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകുക. മീനം രാശി ആയതുകൊണ്ട് പുഴയിലോ കുളത്തിലോ ഉള്ള മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങളുടെ ജനിതകമായ തടസ്സങ്ങളെ നീക്കും. നാഗപൂജ. നാഗദൈവങ്ങളെ വന്ദിക്കുന്നതും വിശേഷ ദിവസങ്ങളിൽ നെയ്വിളക്ക് കൊളുത്തുന്നതും ഐശ്വര്യം കൊണ്ടുവരും. DNA ആസ്ട്രോളജി പ്രകാരം ഉത്രട്ടാതി നക്ഷത്രം എന്നത് കുടുംബ പരമ്പരയിലെ സഞ്ചിത ജ്ഞാനത്തിന്റെ അക്യുമുലേറ്റഡ് വിസ്ഡം ഒരു വലിയ ഭണ്ഡാരമാണ്. ഇതിന്റെ ആരുമധികം ചർച്ച ചെയ്യാത്ത അതിഗൂഢമായ രഹസ്യങ്ങൾ ഇനി പറയുന്നു. 1. അഹിർബുദ്ന്യൻ, കുണ്ടലിനിയുടെയും പാതാളത്തിന്റെയും ജനിതകം, ദ സെർപ്പന്റ് ഓഫ് ദ ഡീപ്പ്. ഉത്രട്ടാതിയുടെ ദേവതയായ അഹിർബുദ്ന്യൻ എന്നത് ആഴക്കടലിലെ അല്ലെങ്കിൽ ഭൂമിയുടെ അടിത്തട്ടിലെ നാഗമാണ്. രഹസ്യം: നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ പ്രത്യേകിച്ച് അമ്മയുടെ വശത്ത് ആത്മീയമായ സിദ്ധികളുള്ളവരോ മന്ത്രവാദത്തിലോ വൈദ്യത്തിലോ അഗാധമായ അറിവുള്ളവരോ ഉണ്ടായിരിക്കും. എന്നാൽ അവർ ഈ അറിവ് പുറത്തു പറയാതെ രഹസ്യമായി കൊണ്ടു നടന്നവരായിരിക്കും. DNA പാറ്റേൺ. നിങ്ങളുടെ ഊർജം പെട്ടെന്ന് പുറത്തു വരില്ല. എന്നാൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആഴക്കടലിൽ നിന്നൊരു നാഗം
ഉയർന്നു വരുന്നത് പോലെ അതിശക്തമായൊരു ഉൾക്കരുത്ത്, ഇന്റേണൽ പവർ നിങ്ങളിൽ നിന്ന് പുറത്തു വരും. ഈ ഹിഡൻ പൊട്ടൻഷ്യലാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത്. 2. മഞ്ചത്തിന്റെ പിൻകാലുകൾ, വിശ്രമവും ആസൂത്രണവും. ദ DNA ഓഫ് സ്ട്രാറ്റജിക് റെസ്റ്റ്. പൂരുട്ടാതി വേഗത്തെ സൂചിപ്പിക്കുമ്പോൾ ഉത്രട്ടാതി വിശ്രമത്തെയും ചിന്തയെയും സൂചിപ്പിക്കുന്നു. രഹസ്യം: നിങ്ങളുടെ കുടുംബചരിത്രത്തിൽ അതീവ ക്ഷമാശീലരായ വ്യക്തികളെ കാണാം. 10 തവണ ആലോചിച്ചിട്ട് മാത്രം ഒരു കാര്യം ചെയ്യുന്ന പാരമ്പര്യം നിങ്ങൾക്കുണ്ടാകും. DNA സൂചന: ഒരു കാര്യത്തിന്റെ ഫലം ലഭിക്കാൻ നിങ്ങൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ആ കാത്തിരിപ്പിന് ശേഷം ലഭിക്കുന്നത് ഏറ്റവും മികച്ചതായിരിക്കും. 3. ശനിയുടെയും മീനത്തിന്റെയും ശാന്തത. ദ പീസ്ഫുൾ ഡിസിപ്ലിനേറിയൻ. ശനി അധിപനായ ഉത്രട്ടാതി മീനം രാശിയിലാണ്. ശനിയുടെ അച്ചടക്കം വ്യാഴത്തിന്റെ, അതായത് മീനത്തിന്റെ അധിപൻ വ്യാഴമാണ്, വ്യാഴത്തിന്റെ ജ്ഞാനവുമായി ലയിക്കുന്ന അവസ്ഥയാണിത്. രഹസ്യം: നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും നിയമങ്ങൾ കണിശമായി പാലിക്കുമ്പോഴും ഉള്ളിൽ അതീവ ദയാലുക്കളായിരുന്നിട്ടുണ്ടാകാം. DNA ദോഷം: കഠിനമായ ഏകാന്തതയോ അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നലോ ഇടയ്ക്കിടെ നിങ്ങളെ അലട്ടിയേക്കാം. ഇത് നിങ്ങളുടെ പൂർവികർ അനുഭവിച്ച മാനസികമായ ഒറ്റപ്പെടലിന്റെ തുടർച്ചയാകാം. ഇത് മാറ്റാൻ സമൂഹവുമായി കൂടുതൽ ഇടപെടുകയും അറിവ് പകർന്നു നൽകുകയും വേണം. 4. നാഗലോകവുമായുള്ള ബന്ധം. ദ നാഗ DNA. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നാഗദൈവങ്ങളുമായി ഒരു പ്രത്യേക ആത്മീയ ബന്ധമുണ്ടാകും. രഹസ്യം: നിങ്ങളുടെ കുടുംബത്തിൽ നാഗകാവുകളോ അല്ലെങ്കിൽ പാരമ്പര്യമായി നാഗ ആരാധനയോ ഉണ്ടായിരുന്നിരിക്കാം. നാഗങ്ങളെ സ്വപ്നം കാണുന്നതോ അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിക്കുന്നതോ നിങ്ങളുടെ DNA ഉണരുന്നതിന്റെ ലക്ഷണമാണ്. ഭൂഗർഭ ജലം. അണ്ടർഗ്രൗണ്ട് വാട്ടർ. ഭൂമിക്കടിയിലുള്ള ജലത്തിന്റെ ഒഴുക്ക് തിരിച്ചറിയാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. 5. ശ്രദ്ധിക്കേണ്ട ആരോഗ്യ രഹസ്യം. ഉത്രട്ടാതി നക്ഷത്രം പാദവെള്ളയെയും സോൾസ് ഓഫ് ദ ഫീറ്റ് ഒപ്പം ദഹന വ്യവസ്ഥയെയും സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ കാൽപാദത്തിൽ വിള്ളലുകളോ അല്ലെങ്കിൽ ദഹന സംബന്ധമായ അസുഖങ്ങളോ പൂർവികർക്ക് ഉണ്ടായിരിക്കാം. പാലും പാലുൽപ്പന്നങ്ങളും മിതമായി ഉപയോഗിക്കുന്നതും രാത്രിയിൽ ലഘുഭക്ഷണം കഴിക്കുന്നതും നിങ്ങളുടെ DNAയെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കായുള്ള ഗൂഢപരിഹാരം. കാർമിക് സീക്രട്ട് റെമഡി. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നത് അത്ഭുതകരമായ ഫലങ്ങൾ നൽകും. പുഴയിലോ കുളത്തിലോ ഉള്ള മത്സ്യങ്ങൾക്ക് ആഴ്ചയിലൊരിക്കൽ ഭക്ഷണം നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. കൂടാതെ ഭാരമുള്ള പുസ്തകങ്ങൾ പാവപ്പെട്ടവർക്കോ ലൈബ്രറികൾക്കോ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ശനിദോഷം മാറാനും ജ്ഞാനം വർദ്ധിപ്പിക്കാനും സഹായിക്കും.